ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതാ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സെപ്റ്റംബർ 2025 ആണ്. സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. പലരും കൺഫ്യൂസ്ഡ് ആണ്. അതാണ് ഏറ്റവും അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ കൺഫ്യൂസ്ഡ് ആണ്. എക്സാം എഴുതണോ വേണ്ടോ, ഞാനിതുവരെയും പഠിച്ചു തീർന്നില്ല, ഞാൻ വിചാരിച്ച സ്കോറിലോട്ട് എത്തുന്നില്ല, അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നവർക്കുള്ള വീഡിയോ ആണത്. അതായത് നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് വേണേൽ ക്യാൻസൽ ചെയ്യാം, റീഷെഡ്യൂൾ ചെയ്യാം, ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. അതായത് നെക്സ്റ്റ് വിൻഡോയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. സോ ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പൈസയൊക്കെ ഡിഡക്റ്റ് ആവാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ അതെങ്ങനെയാണ്, എത്ര രൂപയാണ് ഡിഡക്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യാനുള്ള ലിങ്ക് എന്താണ് എന്നൊക്കെ ഉള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെയും ഡേറ്റ് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെയുള്ളവർക്കും എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ അവസാനം പറയുന്നുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഞാൻ CMAO സെൽഫ് സ്റ്റഡിയിലൂടെ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. സോ അതെങ്ങനെയാണ് ചെയ്തത്, എൻ്റെ ജേർണി എങ്ങനെയായിരുന്നു, എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ ഈ CMA സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാൻ ആഗ്രഹമുള്ളവർ അതൊക്കെ കാണുക, യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ like, share and subscribe to channel if you like. So നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ. ഓക്കെ, നമ്മൾ ഷെഡ്യൂൾ ചെയ്ത എക്സാം അത് ക്യാൻസൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലുള്ള ക്രൈറ്റീരിയയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എക്സാമിന് മുന്നേ ഒരു 46 ദിവസം ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഒരു 46 കൂടുതൽ ദിവസം നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാൻസലേഷൻ ചെയ്യാനും പറ്റും. പിന്നെ പ്രോമെട്രിക് സെൻറ്റർ അതിന് വേണ്ടി ഒരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യോ ചാർജസ് ഈടാക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ, അതായത് ഇനി എക്സാമിന് ഒരു 30 ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 45 ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 20 ദിവസമേ ഉള്ളൂ ഒക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 5 മുതൽ 45 ദിവസം, അതാണ് ഏകദേശം, അങ്ങനെയൊക്കെയാണ് ഉള്ളൂ എങ്കിൽ ക്യാൻസലേഷൻ അലൗഡ് ആണ്. പക്ഷേ $70 നമ്മുടെ പ്രോമെട്രിക് സെൻറ്റർ ചാർജസ് ആയിട്ട് ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഫീ എമൗണ്ടിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്യും. ഇനി ഒരു 5 ദിവസത്തിൽ കുറഞ്ഞാണ് നമ്മളിത് ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എക്സാമിന് മുന്നേ ഒരു 3 ദിവസം മുന്നെയോ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ഒക്കെയാണ് നമ്മളിത് എക്സാം ക്യാൻസൽ ചെയ്യാം എന്ന് വിചാരിക്കുന്നെങ്കിൽ ഫുൾ എക്സാം ഫീയും ക്യാൻസലായി പോകും. നമുക്ക് ഒരു എമൗണ്ടും റീഫണ്ട് വരില്ല. അതുപോലെ തന്നെ നമ്മൾ എക്സാം പറഞ്ഞ ദിവസം അറ്റൻഡ് ചെയ്യാതിരിക്കുക, ഇല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് വരിക, അങ്ങനെയൊക്കെ ആണെങ്കിലും അത് അവർ നോ ഷോ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഒരു എക്സാം ഫീയും നമുക്ക് റീഫണ്ട് അവർ തരത്തില്ല. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എക്സാമിന് പോയില്ല എന്ന് വെച്ചിട്ട് നമുക്ക് റീഫണ്ട് റിക്വസ്റ്റ് ഒന്നും ആ കേസിൽ നടക്കില്ല. അപ്പോൾ നമുക്കിനി എക്സാം റീഷെഡ്യൂൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അതായത് നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തൊരു ഡേറ്റും ടൈമും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡേറ്റിൽ ടൈം പറ്റത്തില്ല, വേറെ ഡേറ്റ് ആൻഡ് സെൻറ്റർ വേണം, അല്ലെ ടൈം വേണം, അങ്ങനെയൊക്കെയാണ് നമ്മുടെ നീഡ്സ് എങ്കിൽ റീഷെഡ്യൂൾ ചെയ്യാൻ നമുക്ക് എക്സാമിന് മുന്നേ ഒരു 46 ദിവസമുണ്ട്, അല്ലെങ്കിൽ 50 ദിവസമുണ്ട്, നമ്മൾ ഓൾറെഡി എടുത്തു വെച്ച ഡേറ്റിൽ നിന്ന്. അങ്ങനത്തെ കേസിൽ നമുക്ക് റീഷെഡ്യൂളിങ് പോസിബിൾ ആണ്. നമ്മുടെ സാധാരണ പ്രോമെട്രിക് സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ കയറി നമുക്ക് റീഷെഡ്യൂൾ ചെയ്യാം. അതായത് നമ്മുടെ ഓതറൈസേഷൻ നമ്പർ കൊടുത്തിട്ട് നമുക്ക് റീഷെഡ്യൂൾ ചെയ്യാം. അവിടെ FEO അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇപ്പം ഇനി എക്സാമിന് മുന്നേ 5 to 45 ദിവസം, അതായത് ഒരു 30 ദിവസമേ ഉള്ളൂ, അല്ല ഒരു 25 ദിവസമേ ഉള്ളൂ ഇനി എക്സാമിന്, അങ്ങനെയാണെങ്കിലും നമുക്ക് റീഷെഡ്യൂൾ ചെയ്യാം. പക്ഷേ പ്രോമെട്രിക് സെൻറ്റർ ഒരു $70 എക്സ്ട്രാ നമുക്ക് ചാർജസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അവർക്ക് നമുക്ക് ആ ചാർജസ് കൊടുക്കേണ്ടി വരും. ഇനി എക്സാമിന് മുന്നേ 2-3 ദിവസമേ ഉള്ളൂ, അതായത് വിത്തിൻ 5 days അത്രയേ ഉള്ളൂ എങ്കിൽ റീഷെഡ്യൂളിങ് അലൗഡ് അല്ല. അപ്പം അഥവാ ശ്രമിച്ചാൽ തന്നെ നമ്മുടെ ഫുൾ എക്സാം ഫീ ക്യാൻസലായി പോവുകയുള്ളൂ. ഓക്കെ, ഇപ്പം റീഷെഡ്യൂളിങ് ആ കേസിൽ അലൗഡ് അല്ല. ഇനി നമ്മൾ എക്സാം സെൻറ്ററിൽ എത്തിയില്ല, ഇല്ലെങ്കിൽ നമുക്കന്ന് എത്താൻ പറ്റിയില്ല, നമ്മൾ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ലേറ്റായി, ആ കേസിലും നമുക്ക് റീഷെഡ്യൂളിങ് പോസിബിൾ അല്ല. നമുക്ക് ആ വിൻഡോയിൽ അപ്പിയർ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഫുൾ എക്സാം ഫീ അവിടെ ക്യാൻസലായി പോകും. ഓക്കെ, സോ റീഷെഡ്യൂളിങ് ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അത് നമ്മുടെ കമൻസിലുണ്ടാവും, അതും കൂടെ നോക്കുക. നമുക്കിനി ഇവിടെ എക്സാം ട്രാൻസ്ഫർ പോളിസി നോക്കാം. അതായത് എനിക്ക് ഈ വിൻഡോയിൽ ഞാൻ പ്രിപ്പയർഡ് അല്ല, അടുത്ത വിൻഡോയിൽ എനിക്ക് അപ്പയർ ചെയ്യണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ എക്സാം ട്രാൻസ്ഫർ പോളിസി എങ്ങനെയാണ് വർക്കാവുന്നത് നോക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അടുത്ത വിൻഡോയിൽ, ഇമീഡിയറ്റ് നെക്സ്റ്റ് വിൻഡോയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ എക്സാം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഈ വിൻഡോയിൽ നമ്മൾ ഡേറ്റ് എടുത്തിട്ടുണ്ട്, അതായത് ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബറിൽ ഡേറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഈ വിൻഡോയിൽ അപ്പയർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് Jan-Feb എടുക്കാൻ പറ്റത്തുള്ളൂ, ഇമീഡിയറ്റ് നെക്സ്റ്റ് വിൻഡോ. ഇനി ഡെഡ് ലൈൻ എന്താണ്, അതായത് ഈ ട്രാൻസ്ഫർ റിക്വസ്റ്റ് അറ്റ്ലീസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത എക്സാം ഡേറ്റിന് 5 ദിവസം മുന്നെയെങ്കിലും നമ്മൾ ഈ ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്തിരിക്കണം.
ഓക്കെ. പിന്നെ എങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്യേണ്ടത്? ഞാൻ ഈ IMA എക്സാം സ്വിച്ച് ഫോം എന്ന് പറഞ്ഞൊരു ലിങ്ക് കൊടുത്തേക്കാം, കമൻസിലുണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റിൽ പോകും. അവിടെ നമുക്ക് നമ്മുടെ ഓതറൈസേഷൻ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് നമുക്ക് എക്സാം സ്വിച്ച് ഫോമിന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി അപ്പോൾ ഈ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിലവിലെ പ്രോമെട്രിക് അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്യണം. അത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഈ ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള ഫീ എത്രയാണ്? $150 അത്രയും എമൗണ്ട് IMAക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും എക്സ്ട്രാ. അതായത് നമ്മൾ ഓൾറെഡി പെയ്ഡ് ആണല്ലോ, നമ്മുടെ ഓൾറെഡി ഡേറ്റ് എടുത്തിട്ടുണ്ട്, നമ്മൾ എക്സാം സെൻറ്ററൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇനി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഒരു $150 കൂടെ നമ്മൾ IMAക്ക് പേ ചെയ്യണം. ഓക്കെ. ഇനി 5 ദിവസത്തിൽ താഴെ ആണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇനി ഒരു 3 ദിവസം 2 ദിവസമൊക്കെ ഉള്ളൂ, അങ്ങനെ ആ ഒരു ടൈമിലാണ് നമ്മൾ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ട്രാൻസ്ഫർ റിക്വസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്യൂല. അപ്പോൾ മനസ്സിലായില്ലേ? മിനിമം 5 ദിവസം മുന്നെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ റിക്വസ്റ്റിന് കൊടുക്കണം. അതിന് ഇപ്പോൾ 2-3 ദിവസമൊക്കെ ആയി അപ്പോഴാണ് ട്രാൻസ്ഫർ വേണമെങ്കിൽ അത് നടക്കില്ല. ഓക്കെ. ഇനി അതുപോലെ നിങ്ങളിപ്പോൾ എക്സാമിൻ്റെ അന്ന് ലേറ്റായിട്ടാണ് എത്തിയത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് എത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു 30 or 40 minutes നിങ്ങൾ ലേറ്റായിട്ടാണ് എക്സാം സെൻറ്ററിൽ എത്തിയത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ സമയത്തും നമുക്ക് പിന്നെ പോയി ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ആ ഫുൾ എമൗണ്ട് നമ്മൾ കൊടുത്തതും എക്സാം എല്ലാം ക്യാൻസലായി പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല, ഇതുവരെ ഡേറ്റോ ടൈമോ സെൻറ്ററോ ഒന്നും എടുത്തിട്ടില്ല, കോൺഫിഡൻ്റ് അല്ല എക്സാം എഴുതാനെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാം രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. പക്ഷേ കണ്ടീഷൻ നമ്പർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം രജിസ്ട്രേഷൻ ചെയ്ത് വിത്തിൻ 30 ഡേയ്സിനുള്ളിലായിരിക്കണം നിങ്ങൾ. അതായത് രജിസ്ട്രേഷൻ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് 30 days ആവാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു $25 ഒക്കെ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് കൺസിഡർ ചെയ്യും. അത് കുറയ്ക്കും നിങ്ങൾ ഓൾറെഡി പേ ചെയ്ത എമൗണ്ടിൽ നിന്ന്. ഓക്കെ. 3 ഓപ്ഷനും കണ്ടല്ലോ. റീഫണ്ട് പോളിസിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ റെഫർ ചെയ്തത് CMA ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞൊരു PDF നമുക്ക് IMAയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ആ PDF ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ ആ ഡീറ്റെയിൽസിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ഫോമിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ ആ PDFൻ്റെ ലിങ്കും കൂടെ ഞാനിതിൽ എൻ്റെ കമൻസിൽ ഷെയർ ചെയ്തേക്കാം. മാത്രമല്ല ഈ 3 ഓപ്ഷൻസിൻ്റെ ലിങ്ക് ഏതിൽ കൂടെയാണ് നിങ്ങൾ പോയി ഇത് മാറ്റേണ്ടതെന്നൊക്കെ ഉള്ള ലിങ്കും ആഡ് ചെയ്തേക്കാം. അപ്പോൾ CMA ഹാൻഡ് ബുക്ക് ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നിങ്ങളുടെ ഒരുപാട് ഡൗട്ട്സ് അതിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയി പോവും. സോ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യാം. സോ ആ ലിങ്കും കൂടെ നോക്കുക. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ ശരിക്കും പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രം എക്സാം കണ്ടിന്യൂ ചെയ്യുക, ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക. കാര്യം അറിയാമല്ലോ, ഫീ സ്ട്രക്ചറൊക്കെ മാറിയിട്ടുണ്ട്, ഈ മാസം തൊട്ട് നല്ലോണം കൂടിയിട്ടുണ്ട്. അപ്പം ശരിക്കും പ്രിപ്പയർഡ് അല്ലെങ്കിൽ നല്ല എമൗണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. സോ പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. ഈ എക്സാമിനോട് വലിയ താല്പര്യമൊന്നുമില്ല, എന്താ പറയുക, ആൾക്കാരുടെ പ്രഷറാണ്, അല്ലെ ഫാമിലി പ്രഷറാണ്, ഫ്രണ്ട്സ് പ്രഷറൊക്കെ കൊണ്ടാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാതിരിക്കുക. കാര്യം ഇപ്പോൾ ചെറിയ എമൗണ്ടൊന്നും അല്ല ഈ എക്സാമിന് പോകുന്നത്, നല്ലൊരു എമൗണ്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ ആ എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ തന്നെ പറ്റുന്നിരിക്കും. ഓക്കെ. സോ അപ്പോൾ നല്ലോണം ആലോചിച്ച് തീരുമാനം എടുക്കുക. പഠിക്കുമ്പോൾ നല്ല ഫോക്കസ്ഡ് ആയിട്ട് അതിനോട് ഇൻട്രസ്റ്റോടെ പഠിക്കുക. അല്ലാതെ പഠിച്ചെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആ കോഴ്സ് കൊണ്ടോ ഇല്ലെങ്കിൽ ഈ ഒരു കരിയർ കൊണ്ടോ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. സോ നല്ലോണം ആലോചിച്ചിട്ടൊക്കെ എക്സാം എഴുതാം. ഓക്കെ. സോ ബൈ, ഓൾ ദ ബെസ്റ്റ്.